66 നമ്പർ നാഷണൽ ഹൈവേയുടെ തൃശ്ശൂരിന് വടക്ക് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു. ചെറിയൊരു മഴ പെയ്തതേ ഉള്ളൂ, സാമാന്യം ശക്തമായ മഴ. കേരളത്തിൽ അപൂർവമായ മഴയൊന്നും അല്ല അത്, നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇതിലും ഭീകരമായിട്ടൊക്കെ മഴ പെയ്യാറുണ്ട്, പെയ്തിട്ടുണ്ട്, നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലൊന്നും നമ്മൾ മറന്നിട്ടില്ല. 2018 വെള്ളപ്പൊക്കം മറന്നിട്ടില്ല. ഇതുപോലെയൊക്കെയുള്ള പ്രകൃതിക്ഷോഭത്തെ അതിജീവിക്കുന്ന രീതിയിൽ വേണം റോഡുകൾ പണിയാൻ. ഇത് റോഡ് പണിയുടെ പ്രാഥമികമായ ഒരു പ്രിൻസിപ്പിളാണ്. അതറിഞ്ഞുകൂടാത്തവരാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ? അറിയാവുന്നവരാണ്. ഭാരതമെങ്ങും തലങ്ങും വിലങ്ങും റോഡ് പണിയുന്നവരാണ്. ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലത്തെല്ലാം റോഡ് പണിഞ്ഞിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI അവരാണ്. അവർ മിടുക്കന്മാരാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ മിടുക്കന്മാർക്കും അബദ്ധം പറ്റാം. മനഃപൂർവ്വമാകാം, അല്ലാതെയാകാം, അഴിമതിയാകാം, അനാസ്ഥയാകാം, കെടുകാര്യസ്ഥതയാകാം. ഇതൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ പ്രാഥമികമായ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്ന് ഞാൻ കരുതുന്നു. അതിന് ശേഷമേ അത് പണിഞ്ഞ കോൺട്രാക്ടർക്ക് ഉത്തരവാദിത്വം വരുന്നുള്ളൂ. കാരണം കോൺട്രാക്ടർ പണിയുന്നത് NHAI എഞ്ചിനീയർമാരുടെ സൂപ്പർവിഷനിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് M. വിശ്വേശ്വരയ്യ എന്ന എഞ്ചിനീയർ മണ്ണ് കൊണ്ട് ഒരു ഡാം നിർമ്മിച്ചു കർണാടകയിൽ. ആ ഡാം റിസർവോയർ ഫുള്ളായി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, റിസർവോയറിലേക്ക് വെള്ളം തുറന്നു വിട്ടാൽ പൊട്ടിപ്പോകും എന്ന് എല്ലാവരും പറഞ്ഞു. അതിൽ വിദഗ്ധരുമുണ്ടായിരുന്നു, സാമാന്യ ജനങ്ങളും ഉണ്ടായിരുന്നു. വിശ്വേശ്വരയ്യ പറഞ്ഞു, ഈ ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിൽ ഞാനിരിക്കാം, ഡാം പൊട്ടുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ, ഇതിൽ കൂടുതൽ എനിക്ക് തെളിവ് തരാൻ സാധ്യമല്ലല്ലോ. വിശ്വേശ്വരയ്യ ആ ഡാം ഡിസൈൻ ചെയ്തതാണ്, പണിഞ്ഞത് അദ്ദേഹമല്ല. പക്ഷേ സൂപ്പർവിഷൻ നേരിട്ട് അദ്ദേഹമായിരുന്നു. റിസർവോയറിൽ വെള്ളം തുറന്നു വിട്ടു. വിശ്വേശ്വരയ്യ ഡൗൺ സ്ട്രീമിൽ അക്ഷോഭ്യനായിട്ടിരുന്നു. ഡാം പൊട്ടിയില്ല. റിസർവോയർ ഫുൾ നിറഞ്ഞു, ഡാം പൊട്ടിയില്ല. അതാണ് ഡോക്ടർ M. വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എൻജിനീയേഴ്സ് ഡേ ആയിട്ട് എല്ലാവരും കൊണ്ടാടുന്നത്. ഞാനൊരു സിവിൽ എഞ്ചിനീയർ അല്ല, എന്നാൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് താൻ. സിവിലിൻ്റെ ചില ബേസിക് കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഞങ്ങളെയും പഠിപ്പിക്കാറുണ്ട്. അത് കഴിയുമ്പോൾ സിവിലുകാർ സിവിൽ പഠിക്കാൻ പോവും, ഇലക്ട്രിക്കലുകാർ ഇലക്ട്രിക്കൽ, മെക്കാനിക്കലുകാർ അത്, ഇലക്ട്രോണിക്സുകാർ വേറെ, ഇങ്ങനെ മാറും. ഫസ്റ്റ് ഇയറിൽ ഏകദേശം എല്ലാവർക്കും ഒരേ സിലബസ് ആയിരുന്നു അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. ഇന്നത്തെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. അന്ന് സെമസ്റ്റർ സിസ്റ്റവും ആയിരുന്നില്ല, 4 ഇയർ സിസ്റ്റമായിരുന്നു. എന്തുവായിക്കോട്ടെ, ഞാനും എൻജിനീയറിംഗ് കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. അതുകൊണ്ട് ഒരു റോഡ് തകരുമ്പോൾ, ഒരു പാലം തകരുമ്പോൾ എനിക്കും ഒരു നാണക്കേട് തോന്നാറുണ്ട്. എൻജിനീയറിംഗ് കമ്മ്യൂണിറ്റിക്ക് ഒരു നാണക്കേടാണല്ലോ ഇത്. പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിലും എനിക്ക് ആ ചളിപ്പ് തോന്നി. കുണ്ടന്നൂർ പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടപ്പോൾ എനിക്ക് ആ ചളിപ്പ് തോന്നി. ഓരോ പാലവും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, ഓരോ സ്പാൻ കഴിയുമ്പോഴും നമ്മുടെ കാറോ ബസ്സോ ഒക്കെ പടാ എന്ന് തട്ടാറുണ്ട്. അതൊരു മോശം കാര്യമാണ്. അങ്ങനെ ഒരു ശബ്ദം വരാൻ പാടില്ല. 2 സ്പാൻ തമ്മിൽ സ്മൂത്തായിട്ട് ജോയിൻ ചെയ്യണം. ആ ടെക്നോളജിയൊക്കെ എത്രയോ വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. കേരളത്തിലെ പാലങ്ങൾക്കും ഓവർ ബ്രിഡ്ജുകൾക്കുമാണ് ഞാൻ ഈ ചടാപടാ ശബ്ദം കേട്ടിട്ടുള്ളത്. കേരളം വിട്ടാൽ ഈ ശബ്ദമില്ല. അവിടെയും എൻജിനീയർമാരല്ലേ ഉള്ളത്, അവിടെയും ഇതേ കോൺട്രാക്ടർമാരല്ലേ ഉള്ളത്. നാഷണൽ ഹൈവേക്ക് അവരുടെ ലിസ്റ്റഡ് അപ്രൂവ്ഡ് കോൺട്രാക്ടർമാരുടെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് അവർ 10 കിലോമീറ്റർ, 15 കിലോമീറ്റർ, 25 കിലോമീറ്റർ ഒക്കെ വെച്ചിട്ട് ഓരോ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത്. ഈ എല്ലാ കോൺട്രാക്ടർമാർക്കും ഒരേപോലെ അബദ്ധം സംഭവിക്കുമ്പോൾ അത്
ഡിസൈൻ്റെ പ്രശ്നമാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ, അങ്ങനെയല്ലേ അനുമാനിക്കാൻ പറ്റുള്ളൂ. എല്ലാ കോൺട്രാക്ടർമാരും ഒരുപോലെ കള്ളന്മാരും ഒരുപോലെ അഴിമതിക്കാരും, NHAയിൽ ഇത് സൂപ്പർവൈസ് ചെയ്യുന്ന എല്ലാ എൻജിനീയർമാരും കൊള്ളരുതാത്തവരും അഴിമതിക്കാരും എന്ന് പറയാൻ, അങ്ങനെ അനുമാനിക്കാൻ നമുക്ക് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല, അത് ശരിയാവില്ല. സോ ദർ ഈസ് എ ഡിസൈൻ പ്രോബ്ലം. ഇതിൻ്റെ ഈ റോഡിൻ്റെ ചില ഭാഗത്തെങ്കിലും DPR എന്ന് പറയുന്ന ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് മാറ്റിയിട്ടുണ്ടോ? 2 or 3 തവണ മാറ്റി എന്ന് സുരേഷ് ഗോപി, തൃശ്ശൂരെ MP, അദ്ദേഹം മന്ത്രിയുമാണ്. നാഷണൽ ഹൈവേയുടെ മന്ത്രിയല്ല, അദ്ദേഹം ടൂറിസത്തിൻ്റെ മന്ത്രിയാണ്. എന്തുമായിക്കോട്ടെ, കേരളത്തെപ്പറ്റി കൺസേൺ ഉള്ള ഒരാളാണ്, കൺസേൺ ഉണ്ടാവേണ്ട ആളുമാണ്. അദ്ദേഹം പറഞ്ഞു ഇത് 3 തവണ മാറ്റി, എന്തിന് മാറ്റി എന്നുള്ളതും അന്വേഷിക്കണം എന്ന് പറഞ്ഞു. 3 തവണ മാറ്റിയെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും. എന്തായിരുന്നു ആ കാരണം? എന്തിനാണ് മാറ്റിയത്? ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വക്കീൽ പറഞ്ഞു, സ്ട്രക്ചറൽ ചേഞ്ചസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അതും ചെയ്തോളാം. ഹൈക്കോടതി പരിഹസിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും റോഡ് പണി അറിയാമെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. പരിഹാസ ചോദ്യമായിരുന്നു അത്. എന്തുമായിക്കോട്ടെ, നാഷണൽ ഹൈവേ പറഞ്ഞു ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഞാൻ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കോൺട്രാക്ടറാണ്, നിങ്ങൾ നാളെ മുതൽ പണിക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അയാളുടെ കഥ. അയാൾക്ക് വല്ല ആർബിട്രേഷനും ഒക്കെ പോകാം. അതിനൊന്നും അവർ പോകാറില്ല. അവർ അപ്പോളജി എഴുതി കൊടുത്തും ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തും പിടിച്ചും അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി അത് ന്യായമായില്ല എന്നൊക്കെ പറഞ്ഞ് അറ്റകൈക്ക് കോടതിയിലൊക്കെ പോയി ഉത്തരവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ തിരിച്ച് ലിസ്റ്റിലേക്ക് കയറി പറ്റും. ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. അതിൽ തെറ്റുമില്ല. കാരണം ഞാൻ ഇതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി വിശ്വേശ്വരയ്യ ഏറ്റെടുത്തതുപോലെ NHAയുടെ ചീഫ് എഞ്ചിനീയറോ അതിൻ്റെ ചെയർമാനോ മാനേജിങ് ഡയറക്ടറോ ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. കേരളത്തിലെ ചുരുക്കം ചില BJP നേതാക്കൾ അവർ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ ആർഗ്യൂ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഇറ്റ് വാസ് വെരി ബാഡ്. യു ഷുഡ് നോട്ട് ആർഗ്യൂ. നൗ ഈ പഴയ പറഞ്ഞു കേട്ട ഒരു കഥ ഞാൻ പറയാം. ഇടുക്കി ആർച്ച് ഡാം, അന്ന് അവിടെ ജില്ലാ കളക്ടർ ഡോക്ടർ D. ബാബു പോൾ ആയിരുന്നു. അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ല. ഉണ്ടായിരുന്ന കാലത്ത് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനും എന്തുകൊണ്ടോ വിട്ടുപോകുകയോ മറന്നു പോകുകയോ ചെയ്തു. ബട്ട് ഈ കഥ അന്ന് തന്നെ എൻജിനീയറിംഗ് സർക്കിളിൽ പരന്നിരുന്നു. അങ്ങനെ ഞാനും കേട്ടിരുന്നു. അതായത് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഡിസൈൻ കനേഡിയൻ ഡിസൈനാണ്. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കിയിലെ ആർച്ച് ഡാം നമ്മൾ കെട്ടുന്നത്. അപ്പോൾ ഈ ആർച്ച് ഡാമിൻ്റെ സൂപ്പർവിഷനായിട്ട് കാനഡയിൽ നിന്ന് ഒരു എൻജിനീയർ വന്നു. നല്ല പ്രായമുള്ള ഒരു എൻജിനീയർ. കോൺട്രാക്ടർ അദ്ദേഹത്തെ ചെന്ന് കാണുന്നു. സാർ, നാളെ മെയിൻ ഡാമിൻ്റെ അല്ലെങ്കിലും ആൻസിലറി ജോലികൾ നാളെ തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡാമിൻ്റെ പണി നാളെ തുടങ്ങുന്നു. അത് കറക്റ്റ് ഡാമല്ല, അതിന് മുമ്പുള്ള ചില കൺസ്ട്രക്ഷൻസൊക്കെ തുടങ്ങാൻ. ഡാമിൻ്റെ ആവശ്യത്തിലേക്ക് ആദ്യമായിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ വിശ്വാസമനുസരിച്ച് അതിനൊരു നല്ല നേരവും പൂജയും കാര്യമൊക്കെ ഉണ്ട്. സാറപ്പോൾ രാവിലെ തന്നെ സൈറ്റിലെത്തണം. സായിപ്പ് പറഞ്ഞു, നിങ്ങളുടെ നല്ല നേരമൊന്നും തെറ്റണ്ട, ആ നേരത്ത് തന്നെ തുടങ്ങിക്കോളൂ. ഞാൻ എണീറ്റ് റെഡിയായി വരുമ്പോഴത്തേക്ക് കുറച്ച് താമസിക്കും. അപ്പോഴത്തേക്ക് നിങ്ങളുടെ സമയം തെറ്റിപ്പോകും. അത് നടക്കട്ടെ, ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടറല്ലേ, അയാൾക്ക് സന്തോഷമായി. അയാൾ പറഞ്ഞു, എടാ സായിപ്പ് വരുമ്പോൾ ഒരു നേരമാകും, നമുക്ക് നമ്മുടെ സാധാരണ പണി തുടങ്ങാം എന്ന് പറഞ്ഞ് കേരള സ്റ്റൈലിൽ കോൺക്രീറ്റ് അങ്ങ് മിക്സ് ചെയ്ത് തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സായിപ്പ് വന്നു. സായിപ്പ് ഈ കോൺക്രീറ്റിൽ കൈയിട്ട് കുറച്ച് എടുത്ത് വായിലിട്ട് ഇതിൻ്റെ സ്വാദ് നോക്കിയിട്ട് പറഞ്ഞു, നിർത്ത്, കോൺക്രീറ്റ് മിക്സിങ് നിർത്ത്, ഞാൻ ഈ കോൺക്രീറ്റ് റിജക്റ്റ് ചെയ്യുന്നു.
അദ്ദേഹത്തിൻ്റെ വായിലിരുന്ന കോൺക്രീറ്റ് അദ്ദേഹം തുപ്പിക്കളഞ്ഞു. ഇതിൽ പറഞ്ഞ മാതിരി നിങ്ങൾ സിമൻറ്റ് ചേർത്തിട്ടില്ല, മെറ്റലില്ല, ചരലുമില്ല, മണ്ണാങ്കട്ടയുമില്ല. അതുകൊണ്ട് ഇത് രണ്ടാമത് എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യണം. കോൺട്രാക്ടർ വിഷമിച്ചു. കാരണം സാധാരണഗതിയിൽ ന്യായമായ ഒരു തട്ടിപ്പ് ഈ കോൺക്രീറ്റ് മിക്സിങ്ങിലൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ കൺസ്ട്രക്ഷനൊക്കെ നിൽക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തട്ടിപ്പ് നടക്കും എന്ന് ഡിസൈൻ എഞ്ചിനീയേഴ്സിന് അറിയാം. ആ കറപ്ഷൻ ഫാക്ടറും കൂടെ ചേർത്ത് സേഫ്റ്റി ഫാക്ടർ ഇട്ടാണ് സാധാരണ സിവിൽ കൺസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിവിൽ കൺസ്ട്രക്ഷന് താങ്ങാവുന്ന ഒരു ഓവർ ബ്രിഡ്ജ്, അതിലെത്ര ടൺ ഭാരം താങ്ങണം? ഒരു 4000 ടൺ ഭാരം താങ്ങണം. അപ്പോൾ ഇൻ പ്രിൻസിപ്പിൾ 8000 ടൺ ഭാരം താങ്ങുന്ന ഒരു പാലമായിരിക്കണം പണിയേണ്ടത്. കറപ്ഷൻ്റെ ഒരു 25% അല്ലെങ്കിൽ 20% കറപ്ഷൻ അതിൽ വരും എന്ന് ഡിസൈൻ എഞ്ചിനീയർമാർക്കറിയാം. അപ്പോൾ അവർ 8000-ഉം പിന്നെ അതിൻ്റെ 4-1-ആയ 2000-ഉം ചേർത്ത് 10000 ടൺ ഭാരത്തിന് ഡിസൈൻ ചെയ്യും. അപ്പോൾ കറപ്ഷൻ കഴിയുമ്പോൾ, അഴിമതി കഴിഞ്ഞാൽ പോലും 8000 ടൺ ഭാരം പാലം വഹിച്ചോളും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഉരുണ്ട് വീഴാതെ ഇതൊക്കെ നിൽക്കുന്നത്. കാരണം ഡിസൈൻ എഞ്ചിനീയേഴ്സിന് അറിയാം കറപ്ഷൻ ഉണ്ട്. അത് ഒഴിവാക്കിയാൽ ശരി, ഒഴിവാക്കിയില്ലെങ്കിലോ അപ്പോഴും പാലം വീഴരുത്. ആ രീതിയിൽ ഡിസൈൻ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ പാലങ്ങൾ പലതും തകർന്ന് വീഴാത്തത്. അപ്പോൾ തകർന്ന് വീഴുന്നതോ അത് ഈ ഡിസൈൻകാരനെയും വെട്ടിച്ചുകൊണ്ടുള്ള അഴിമതി വരുമ്പോഴാണ് പാലങ്ങൾ തകർന്നു പോകുന്നത്. കാരണം 20% കറപ്ഷനാണ് ഡിസൈൻകാരൻ മനസ്സിൽ കാണുന്നത്. ഇത് 75% കറപ്ഷൻ ആയിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? 4000 ടൺ കയറേണ്ട പാലം 25000 ടൺ കയറുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? ഇറ്റ് വിൽ ബി വേസ്റ്റ് ഓഫ് മണി. അപ്പോൾ അങ്ങനെ ഈ അഴിമതിയും ഡിസൈനും തമ്മിൽ ഉള്ള പ്രൊപ്പോർഷൻ വല്ലാതെ തെറ്റിക്കഴിയുമ്പോഴാണ് പാലങ്ങൾ പൊളിഞ്ഞു പോകുന്നത്. റോഡുകളും അതുപോലെ തന്നെ. ഞാൻ ഈ റോഡ് പൊളിഞ്ഞതിൽ അഴിമതിയുണ്ട് എന്ന് ആരോപിക്കുകയല്ല, എനിക്കറിയില്ല. ബട്ട് ഒരു കാര്യം, അഴിമതി അല്ലെങ്കിൽ അത് ഡിസൈൻ പ്രോബ്ലമാണ്. ഒന്നുകിൽ ഡിസൈൻ പ്രോബ്ലം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോബ്ലം. കൺസ്ട്രക്ഷൻ പ്രോബ്ലത്തിൽ അനാസ്ഥയാവാം, അഴിമതിയാവാം, നമുക്കറിയില്ല. വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയും സ്പീഡിൽ ഇത്രയധികം വണ്ടികൾ പോകേണ്ട റോഡ് വെറുതെ ഇങ്ങനെ മണ്ണ് കൂട്ടി കുറച്ച് ടാറ് ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നിൽക്കില്ല എന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? കേരളത്തിലെ വേറൊരു പ്രതിഭാസം ഞാൻ പറയാം. മഴ പെയ്തപ്പോൾ ടാറിട്ട റോഡ് ഒലിച്ചുപോയി. എങ്ങനെയാണ് ഒലിച്ചു പോകുന്നത്? ടാറും മെറ്റൽ കഷ്ണങ്ങളും ചേർത്തുള്ള മിശ്രിതം വെള്ളത്തിൽ അലിയുന്നതല്ല. മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുകൂടെ ഒഴുകിപ്പോകും എന്നുള്ളതല്ലാതെ ഈ സാധനം ഒഴുകിപ്പോകില്ല. അതുകൊണ്ടാണ് നമ്മുടെ റോഡുകളൊക്കെ ചെറിയൊരു ആനപ്പുറം പോലെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. രണ്ട് വശത്തേക്കും വെള്ളം പോകുക. അതിൻ്റെ കോളർ, റോഡിൻ്റെ കോളർ എന്ന് പറയും, രണ്ട് വശത്ത് തോള്, അത് റോഡ് നേരെ നിൽക്കാനുള്ള തോൾ. അവിടെ പോയിട്ട് അവിടെ ഓടയുണ്ടാകും. ആ ഓടയിലേക്ക് ഒഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകും. ഇതല്ലേ ടെക്നോളജി? ഇതൊക്കെ സാധാരണ പഞ്ചായത്ത് റോഡ് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാകും. ഇത് നേരെ ഫ്ലാറ്റായിട്ടല്ല ഇരിക്കുന്നത്, ചെറിയൊരു ചെരുവ് രണ്ട് വശത്തേക്കും. ആനപ്പുറം പോലെ, ആനപ്പുറം കുറേ കൂടെ സ്റ്റീപ്പാണ്, എന്നാലും ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ആ വെള്ളം ഒഴുകുമ്പോൾ അതിൻ്റെ കൂടെ ടാറും കൂടെ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറല്ലല്ലോ, അത് പിണ്ണാക്കോ മറ്റോ ആണ്. വെള്ളം ചേർന്ന് കുതിർന്നു വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിപ്പോയി എന്ന് പറയുന്നത്. ടാറ് വെള്ളത്തിൽ അലിയുന്ന ഒരു സാധനമല്ല. ടാറ് നമുക്ക് വെള്ളത്തിലിട്ട് നോക്കിയാൽ അറിയാം. ടാറിൻ്റെ നിറം ചിലപ്പോൾ വെള്ളത്തിന് കുറച്ച് പിടിക്കും എന്നുള്ളതല്ലാതെ ടാറ് വെള്ളത്തിൽ അലിയയില്ല. അതുകൊണ്ട് ടാറ് നമ്മുടെ കയ്യിലോ കാലിലോ പുരണ്ടാൽ വെള്ളം ഒഴിച്ച് കഴുകാനും പറ്റില്ല. അതിന് വേറെ മണ്ണെണ്ണയോ അതുപോലെ അതിലൊക്കെ അത് ടാറ് അലിയുള്ളൂ, വിട്ടുപോരുള്ളൂ. ഇതൊക്കെ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? എന്നാലും നമ്മളുടെ PWD അവരിവരൊക്കെ പറയും മഴ പെയ്തപ്പോൾ ടാറ് ഒലിച്ചുപോയി എന്നൊക്കെ പറയും. പത്രങ്ങൾ അത് എഴുതും, പലരും അത് വിശ്വസിക്കും. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും മറ്റ് സംസ്ഥാനത്ത് കാണുന്നുമില്ല.
ഒരു കാര്യം ഞാൻ പറയാം, നാഷണൽ ഹൈവേയിൽ വിള്ളൽ പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളുണ്ടാവാറുണ്ട്. നാഷണൽ ഹൈവേയിൽ കെട്ടിയ പാലം തകർന്നു വീണിട്ടുണ്ട് ബീഹാറിൽ. ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അപകടങ്ങൾ സംഭവിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ ഇടുക്കിയുടെ കാര്യം പറഞ്ഞു. ഡൽഹി മെട്രോ DMRC, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, അതിൻ്റെ ചുമതല നമ്മളുടെ ശ്രീധരൻ സാറിനായിരുന്നു. അദ്ദേഹം അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. ഡൽഹിയിൽ ഈ മെട്രോ റെയിലിൻ്റെ വർക്ക് നടക്കുന്നതിനിടയ്ക്ക് ഒരു സ്പാൻ തൂണിൽ നിന്ന് വിട്ട് താഴെ വീണു. അപ്പോൾ ഒരു സ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം, ഭാരം ഒക്കെ ആലോചിച്ച് നോക്കുക. അതാണ് പൊത്തോന്ന് താഴെ വീണിരിക്കുന്നത്. ശരി, വീണു. അതിപ്പോൾ അപകടമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ അന്വേഷിക്കാം. ഈ വീണ സ്പാൻ അവിടെ നിന്ന് മാറ്റണമല്ലോ, ബീം അവിടെ നിന്ന് മാറ്റണമല്ലോ. അതിനായിട്ട് 2 ക്രെയിൻ കൊണ്ടുവന്നു. ഒരറ്റത്ത് ഒരു ക്രെയിൻ സ്ലിങ്ങൊക്കെ ഇട്ട്, മറ്റേ അറ്റത്ത് മറ്റേ ക്രെയിനും സ്ലിങ്ങൊക്കെ ഇട്ട് ഒരേപോലെ ഇത് പൊക്കാൻ തുടങ്ങി. കുറച്ച് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ 2 ക്രെയിനും മൂക്കും കുത്തി വീണു, ഒടിഞ്ഞു. എന്തു ചെയ്യും? 2 ക്രെയിനും ഒടിഞ്ഞു. ഒരു ക്രെയിൻ ഒടിഞ്ഞു, മറ്റേ ക്രെയിനിന് ഈ ഫുൾ ലോഡ് താങ്ങാൻ പറ്റില്ല, അത് ഒടിഞ്ഞു. ശ്രീധരൻ വാടകയ്ക്കെടുത്ത ക്രെയിൻ അല്ല അത്. ആ സ്ലിങ് പരിശോധിച്ച് അതിൻ്റെ സ്ട്രെങ്ത് പരിശോധിച്ചതും ശ്രീധരൻ. എത്രയോ എഞ്ചിനീയർമാർ, ജോലിക്കാരൊക്കെ ഉണ്ട്. അദ്ദേഹം അതിൻ്റെ ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവാണ്. ബട്ട് ശ്രീധരൻ ചെയ്തത് ഓഫീസിലിരുന്ന് നേരെ ഒരു രാജിക്കത്ത് എഴുതി. അന്ന് ചീഫ് മിനിസ്റ്റർ ഷീലാ ദീക്ഷിതാണ്. ഷീലാ ദീക്ഷിത്തിന് തൻ്റെ രാജിക്കത്ത് കൊണ്ടുപോയി കൊടുത്തു. ഷീല അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ശ്രീധരൻ സാർ, അപകടമാണ്, അതിൻ്റെ പേരിൽ അങ്ങ് രാജിവെക്കരുത്. അങ്ങ് 24-ൽ 26 മണിക്കൂറും അധ്വാനിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അങ്ങയുടെ കൂടെയുള്ളവരുടെ അശ്രദ്ധ കൊണ്ടാവാം, അനാസ്ഥ കൊണ്ടാവാം, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആവാം, തലേ ദിവസം അവർ ഉറങ്ങിക്കാണില്ല. ഇതൊക്കെ സംഭവിച്ചു. ശരി, സംഭവിച്ചു. അപകടത്തിന് പുറത്ത് അപകടം സംഭവിച്ചു. എന്ത് ചെയ്യും? 2 വമ്പൻ ക്രെയിനും ഒരു വമ്പൻ ബീമുമാണ് തകർന്നു കിടക്കുന്നത്. ഇനി ആ തകർന്ന ക്രെയിൻ എടുത്ത് മാറ്റാൻ വേറെ ക്രെയിൻ വരണം. പിന്നെ തകർന്നു കിടക്കുന്ന ബീം വേറെ 2 ക്രെയിൻ കൊണ്ടുവന്ന് പൊക്കി മാറ്റണം. അങ്ങനെ 4 ഇരട്ടി 8 ഇരട്ടി ജോലിയാണ്. പക്ഷേ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താനോ വെല്ലുവിളിക്കാനോ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനോ നിൽക്കാതെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിക്കത്ത് കൊടുത്ത ആളാണ് ഡോക്ടർ ശ്രീധരൻ. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു, എല്ലാ എഞ്ചിനീയർമാർക്കും മാതൃകയായിട്ട്. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ സമയത്ത് എത്ര ടണലുകൾ ഇടിഞ്ഞു വീണു എന്നാണ് നിങ്ങളുടെ വിചാരം? അതൊക്കെ ശ്രീധരൻ സാറിൻ്റെ ചുമതലയിൽ നടന്നതാണ്. ഒരുപാട് സ്ഥലത്ത് മലയിടിഞ്ഞു വീണു. ടണലുണ്ടാക്കി 2 ദിവസം കഴിയുമ്പോൾ ടണലിൻ്റെ നടുക്ക് നിന്ന് മണ്ണ് വീണിട്ട് ടണൽ അടഞ്ഞുപോയി. എന്ത് ചെയ്യും? വീണ്ടും തുരക്കുക, അല്ലാതെ എന്ത് ചെയ്യും? അവിടെ വീണ്ടും ഗ്രൗട്ട് ചെയ്യേണ്ടി വരും, ഇരട്ടിപ്പണി ചെയ്യേണ്ടി വരും. ഇതുപോലെ പ്രകൃതിയോട് മല്ലിട്ടാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റോഡ് പണിയും അങ്ങനെ തന്നെ. നമ്മൾ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും നമ്മൾ പ്രകൃതിയെ വെല്ലുവിളിക്കുന്നുണ്ട്. വെല്ലുവിളിക്കാതെ ഒരു വികസന പ്രവർത്തനവും നടക്കുകയില്ല. എന്നുവെച്ച് പ്രകൃതി നശീകരണമല്ലാതെ പ്രകൃതിയെ ആവുന്നത്ര കുറവ് ദ്രോഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതാണ് വികസനം എന്ന് പറയുന്നത്. മറ്റത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചറാണ്. അത് നമ്മൾ ചെയ്യാറില്ല, അത് ഡിസൈനിൽ വരാനും പാടില്ല. ഇപ്പോൾ ഈ റോഡിന് സംഭവിച്ചത് വെള്ളമൊഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായിട്ട് TV-യിലെ കാഴ്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അവിടുത്തെ നാട്ടുകാർ പറയുന്നതും അതാണ്. പാടത്തിൻ്റെ നടുക്കുകൂടെ വലിയൊരു വരമ്പ് പണിഞ്ഞിട്ട് ആ വരമ്പിലൂടെ റോഡ് പോകുന്നു. ഈ വരമ്പിൻ്റെ അടിയിലൂടെ പല തോടുകൾ ക്രോസായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ആ തോടുകളെല്ലാം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ആ തോടുകളിൽ നിറഞ്ഞ വെള്ളം എന്ത് ചെയ്യും? അത് ഈ റോഡിൻ്റെ അടിയിൽ സമ്മർദ്ദം കൊടുക്കും. കൊടുത്ത് അടി തുരന്ന് അപ്പുറത്തേക്ക് ചാടും. വെള്ളത്തിൻ്റെ മർദ്ദം അതിഭീകരമാണ്.
അപ്പോൾ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അടിത്തറ ഇളകിയ വീട് പോലെ ഇത് താഴത്തേക്ക് ഇരിക്കുമ്പോൾ ഉപരിതലം പൊളന്നു പോകും. അങ്ങനെ പൊളന്നുണ്ടായ അഗാധ ഗർത്തങ്ങളാണ് നമ്മൾ ഈ ടി വിയിൽ കാണുന്നത്. മണ്ണ് താഴത്തേക്കിരുന്നു. നമ്മുടെ വീട് താഴത്തേക്ക് ഇരിക്കാറില്ലേ? നമ്മുടെയൊക്കെ വീടുകൾ ഒരു 10-25 വർഷം കൊണ്ട് മെല്ലെ താഴും. ശ്രദ്ധിച്ചിട്ടില്ലേ? മണ്ണിൽ താന്ന് പോകും. വീട്ടിലേക്ക് കയറാനുള്ള ആദ്യത്തെ പടവ് ഒരു 30 കൊല്ലം കൊണ്ട് മണ്ണിനൊപ്പമാകും. നമ്മളിതറിയുന്നില്ല. ഭിത്തിയിൽ ചില വിള്ളൽ വരും, നമ്മൾ ശ്രദ്ധിക്കില്ല. ചെറിയൊരു നൂല് പോലത്തെ വിള്ളലായിരിക്കും, പിന്നെ അത് വലുതാകും. വീടിടിഞ്ഞ് വീഴുകയൊന്നുമില്ല. ഇത് സംഭവിക്കുന്നത് താഴത്തെ മണ്ണ് മാറിക്കൊടുക്കുകയാണ് വീടിൻ്റെ വെയിറ്റ് കൊണ്ട്. ഒരു വീടിന് ഒരു 10-600 ടൺ വെയിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. 600 ടൺ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അതപ്പം അങ്ങനെ ഇരിക്കും. പിന്നെ മെല്ലെ താഴാൻ തുടങ്ങും. മണ്ണിനടിയിൽ ചെളിയുടെ അടിയിൽ പാറ. ആ ചെളി ഇതിൻ്റെ മർദ്ദം കൊണ്ടൊന്ന് സൈഡിലേക്ക് മാറും. മഴ പെയ്യും, വെള്ളം പിടിക്കും ഭൂമി, വീണ്ടും ഇത് ലൂസാകും, വീടൊന്ന് താഴത്തേക്കിരിക്കും. ഇതൊക്കെ പ്രകൃതിയിലെ പ്രതിഭാസമാണ്. ഈ പ്രതിഭാസങ്ങൾ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് ഇതിൻ്റെ എൻജിനീയറിംഗ് ഡിസൈൻ നടത്തേണ്ടതും നടക്കുന്നതും. അതിലെവിടെയെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ദുരിതങ്ങളുണ്ടാകും. പിന്നെ ഒന്നാണ് നമ്മളുടെ ധൃതി. ഇത്തരം പ്രോജക്റ്റുകൾ നിങ്ങൾക്കറിയില്ല, എൻജിനീയർമാർ അതിഭയങ്കര പ്രഷറിലായിരിക്കും, വല്ലാത്ത പ്രഷറിലായിരിക്കും. അത് ഇത്രാം തീയതി മന്ത്രി വരും, ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡൂ ഇറ്റ് ഫാസ്റ്റ്. ഇത് ഞാൻ ജോലി ചെയ്തെടുത്ത് സംഭവിച്ചതാണ്. അന്ന് മന്ത്രി ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. ഞാൻ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്നു. ജോർജ് ഫെർണാണ്ടസ് നാളെ വരുന്നു, ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എൻജിനീയർമാരുടെ ടീം പറഞ്ഞു, നടക്കില്ല സാർ. ഒടുവിൽ ചീഫ് എൻജിനീയർ പറഞ്ഞു, ജോർജ് ഫെർണാണ്ടസ് വന്നിട്ട് ഒരു ബട്ടൺ ഞെക്കും, അപ്പോൾ കുറേ ലൈറ്റൊക്കെ തെളിയണം, 2-3 മോട്ടറുകൾ ഓടുന്ന ഒച്ചയൊക്കെ വരണം, അത്രേ ഉള്ളൂ സാർ, അത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ കൺട്രോൾ റൂമിൽ ആ സെറ്റപ്പ് ഉണ്ടാക്കി. വാസ്തവത്തിൽ പ്ലാന്റ് ഓടുകയല്ല, പ്ലാന്റ് ഓടുന്ന പ്രതീതി ജനിപ്പിച്ചു. ഫെർണാണ്ടസ് വന്നു, പാവം, ഒരു ബട്ടൺ ഞെക്കി, ഭൂം എന്ന് പറഞ്ഞിട്ട് 5-8 പമ്പും മോട്ടറും ഒക്കെ ഓടുന്ന ശബ്ദം, കുറേ ലൈറ്റുകളൊക്കെ തെളിയുന്നു, പി 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 എന്ന് പറഞ്ഞ് ഒച്ച കേൾക്കുന്നു. ഫെർണാണ്ടസ് ഹാപ്പി, ചീഫ് എഞ്ചിനീയർ ഹാപ്പി, എല്ലാവരും കൈയടിച്ചു. മധുരപലഹാര വിതരണം, ഉദ്ഘാടനം കഴിഞ്ഞു, അദ്ദേഹം പോയി. പിന്നെയും ഒരു 25 ദിവസം കഴിഞ്ഞാണ് ആ പ്ലാന്റ് യഥാർത്ഥത്തിൽ ഓടുന്നത്. ഇത് പ്രഷറിൻ്റെ പുറത്ത് ഞാനടക്കമുള്ള എൻജിനീയർമാർ ചെയ്തതാണ്, ജസ്റ്റ് ടു കീപ് ദ മിനിസ്റ്റർ സാറ്റിസ്ഫൈഡ്. ഇത് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ നോക്കുക. ഇലക്ട്രിക്കലായതുകൊണ്ട് ഞങ്ങളിത് ഇലക്ട്രിക്കലിലൊക്കെ നമുക്ക് സിമുലേറ്റ് ചെയ്യാം. ഒരു സാധനം വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് അഭിനയിപ്പിക്കാം അതിനെക്കൊണ്ട്, ലൈറ്റും സൗണ്ടും ഒക്കെ ആയിട്ട്. ബട്ട് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കില്ല. മന്ത്രി കാറുമായിട്ട് വരുമ്പോൾ ആ കാറ് തന്നെ ഈ റോഡിലൂടെ ഓടണം. കാർ ഓടാനായിട്ട് വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് റോഡ് അതിന് മുകളിൽ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിവിൽ എഞ്ചിനീയർമാർക്ക് ഇതുപോലത്തെ മയക്ക് വിദ്യകൾ, മന്ത്രിമാരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വിദ്യകൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ ജോലി തീർത്തേ പറ്റുള്ളൂ. അവർ സിവിയർ പ്രഷറിൽ വരും. ഇത്രയൊക്കെ മതി 15-ാം തീയതിക്ക് ഇനി 4 ദിവസമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ച് കോൺട്രാക്ടറെയും പ്രഷറൈസ് ചെയ്ത്, സാർ ഇവിടെ ശരിക്ക് മണ്ണ് ഉറച്ചിട്ടില്ല, ഉറച്ചൊക്കെ മതി, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്ത്, അതേ 25-ാം തീയതി മിനിസ്റ്റർ വരുമ്പോൾ കഴുത്ത് എത്തിക്കളയും, ചീഫ് എഞ്ചിനീയർ 4 തവണയായി ഇന്ന് വിളിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുപിടി എന്ന് പറഞ്ഞിട്ട് ജോലി തീർക്കുക. അപ്പോഴും ഈ പറഞ്ഞ അപകടങ്ങളുണ്ടാവാം. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രാഥമികമായ ഉത്തരം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംരംഭമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഗഡ്കരിക്കാണ്, നിതിൻ ഗഡ്കരിക്കാണ്. അതുകൊണ്ടാണ് നിതിൻ ഗഡ്കരി ഉടനെ 2 കോൺട്രാക്ടർമാരെ ടെർമിനേറ്റ് ചെയ്തു, അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി. എൻക്വയറി റിപ്പോർട്ട് NHAIയോട് ചോദിച്ചു, കാരണം അവരുടെ ഇൻറ്റേർണൽ റിപ്പോർട്ട് പ്രധാനമാണ്.
ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം NHAയിലെ ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ അവർക്കെതിരെയുള്ള നടപടിയെടുക്കാൻ. E.T. മുഹമ്മദ് ബഷീർ ഗഡ്കരിയെ ചെന്ന് കണ്ടു, കാര്യങ്ങൾ ധരിപ്പിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ആക്ഷൻ എടുക്കുകയും ചെയ്തു. ആ ആക്ഷൻ ശരിയാണോ എന്ന് ഞാൻ പറയില്ല, ഒരു പക്ഷേ അത് തെറ്റുമാകാം. ബട്ട് ഒരു ടാഞ്ചിബിൾ റിസൾട്ട്, ജനങ്ങൾക്കൊരു റീഅഷുറൻസ്, അതിലൂടെ ഗഡ്കരി ചെയ്തത് ഐ ആം റെസ്പോൺസിബിൾ എന്ന് പറയുകയാണ്. അദ്ദേഹം നേരിട്ട് ജനങ്ങളോട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചാൽ അദ്ദേഹം പറയും, ഇതിൻ്റെ ഉത്തരവാദി ഞാനാണ്. എൻ്റെ കീഴിലുള്ള ആൾക്കാർ ചെയ്ത തെറ്റ്, അവരുടെ അനാസ്ഥ, അവരുടെ കെടുകാര്യസ്ഥത, ഇനി അഴിമതിയാണെങ്കിൽ അത് ഫൈനലി അത് എൻ്റെ മേശപ്പുറത്ത് വന്നാണ് അവസാനിക്കുന്നത്. ദ ബക്ക് സ്റ്റോപ്സ് ഹിയർ, ദെയർഫോർ ഐ ആം റെസ്പോൺസിബിൾ എന്ന് ധൈര്യമായിട്ട് പറയും. ഗഡ്കരി ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ തെറ്റാവരം കിട്ടി എന്ന് ഭാവിക്കുന്നത് ആരാണെങ്കിലും അത് ശരിയല്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത ആളുണ്ടോ? നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ലാഞ്ഞിട്ടല്ല, ബട്ട് മിസ്റ്റേക്സ് ഹാപ്പൻ. ടു എർ ഈസ് ഹ്യൂമൻ എന്ന് പറയുമല്ലോ. തെറ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ബോൾഡായിട്ട് ഏറ്റെടുക്കുക. ഇതാണ് കേന്ദ്ര ഭരണക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം TV ചാനലുകളുടെ മുമ്പിൽ ഉരുണ്ട് കളിക്കുന്നത് ഒരു ശോഭകേടാണ്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ല, നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ എനിക്കിങ്ങനെ ഒന്ന് ചോദിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ ഉരുണ്ട് കളിക്കുന്നത് മഹാമോശമാണ്. ഒരു കാര്യം സുവ്യക്തമാണ്, അത് ജനങ്ങൾക്കും അറിയാം. ഒരു റോഡ്, നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന ജോലിയാണ് സംസ്ഥാന സർക്കാരിൻ്റെത്. പണി നടത്തുന്നത് NHAI ആണ്. കോൺട്രാക്റ്റ് കൊടുക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. പിന്നെ എന്തെങ്കിലും ലോക്കൽ പ്രശ്നം, കശപിശ, സമരം, അത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. കേരളത്തിലെ സംസ്ഥാന സർക്കാർ വല്ലാതെ മാർക്കറ്റ് ചെയ്തു ഈ ദേശീയപാത. അവരുടെ ആണ് എന്ന് നേരിട്ടും അല്ലാതെയും വീഡിയോ മുഖേനയും എല്ലാം 4-ാം വർഷത്തെ പ്രധാന അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്ന സദൃശ്യമായ നാഷണൽ ഹൈവേ കാണിക്കുകയും അതിൻ്റെ റീൽസ് ഉണ്ടാക്കി വിടുകയും ഒക്കെ ചെയ്തു. അത് ചെയ്യരുതായിരുന്നു, മോശമല്ലേ അതൊക്കെ. നമ്മുടെ അല്ലാതെ അത് ചെയ്തത് കേന്ദ്രമാണ്. അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കേരളമല്ലേ? ആണ്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് കേരളത്തിലെ ഭരണാധികാരിയും അഭിനന്ദനം അർഹിക്കുന്നു. കാരണം വളരെ പതുക്കെ കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും സ്ഥലം ഏറ്റെടുക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ബാക്കി പണിക്ക് ഒരു 15% ടൈമേ എടുക്കുകയുള്ളൂ. 85% സമയം പോകുന്നത് ഈ സ്ഥലം ഏറ്റെടുപ്പും അതിൻ്റെ കോടതി വിധി, അതിൻ്റെ സ്റ്റേ ഓർഡർ, അതിന് പൈസ കിട്ടിയതുപോലെ ഇങ്ങനെയൊക്കെ. ഈ പ്രശ്നം ഉണ്ടാവാൻ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ജനം സ്ഥലം കൊടുക്കാത്തത്? ജനങ്ങളൊക്കെ ദുഷ്ടന്മാരായതുകൊണ്ടാണോ? അല്ല. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് കാശ് കിട്ടുകയില്ല. പിന്നെ ഈ ജില്ലാ കളക്ടറെ പിന്നാലെ നടക്കുകയല്ലാതെ പൈസ സമയത്തിന് കിട്ടുകയില്ല. ജനത്തിന് സർക്കാരിലുള്ള വിശ്വാസം നശിച്ചു. അങ്ങനെയാണ് ജനം സ്ഥലം വിട്ടുകൊടുക്കാതെ ആയത്. ഇപ്പോൾ കേരളയിൽ വലിയ ബഹളം നടന്നില്ല. സ്ഥലം പോവും എന്നുള്ള ബഹളമല്ലാതെ സ്ഥലം പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുകയില്ല എന്നുള്ള ബഹളമാണ്. ഈ ബഹളം അവസാനിപ്പിച്ചത് നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹം നല്ല വില തീരുമാനിച്ചു. അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞല്ലോ, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള റോഡുകൾ കേരളത്തിലെയാണ്. 100 കോടി രൂപയാണ് ഒരു കിലോമീറ്ററിന് ചിലവാകുന്നത്, സ്ഥലവില അടക്കം. വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ 25%, സ്ഥലവിലയുടെ 25% കേരള മുഖ്യമന്ത്രി തരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം അറിയിക്കുന്നു അത് തരാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു, സാരയില്ല, അതും കൂടെ ഞാൻ, ഏതായാലും ഇത്രയും കാശ് മുടക്കും, ഞാൻ 25% സാരയില്ല, അതും കൂടെ ഞാൻ മുടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേരളത്തിലെ ജോലി നടക്കുന്നതെന്ന് ലോക്സഭയിൽ നിതിൻ ഗഡ്കരി പറഞ്ഞ വീഡിയോ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും. ബട്ട് അപ്പോഴും ദുർഘടം പിടിച്ച ഈ സ്ഥലമേറ്റെടുപ്പ് എന്നുള്ള ജോലി
സമയബന്ധിതമായിട്ട് തീർത്തതിന് പിണറായി വിജയനും അഭിനന്ദിക്കേണ്ടേ വേണം. ആ കിട്ടിയ സ്ഥലത്ത് ഏറ്റവും വേഗത്തിൽ ഇത്രയധികം പണി തീർത്ത നിതിൻ ഗഡ്കരിയെ അഭിനന്ദിക്കണം. ബട്ട് ഇതിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരിയാണെങ്കിൽ അദ്ദേഹം അത് ഏറ്റെടുക്കണം, പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹം അത് ഏറ്റെടുക്കണം. പിണറായി വിജയന് ആ ഒരു ഗ്രേസ് കാണുന്നില്ല, മുഹമ്മദ് റിയാസിന് ഒട്ടും കാണുന്നില്ല. BJP നേതാക്കൾ TV-യുടെ മുമ്പിൽ വന്ന് നാണം കെടാൻ നിൽക്കരുത്. അവർ പറയേണ്ടത് യെസ്, ഇപ്പോൾ ഏതായാലും നാഷണൽ ഹൈവേ പണിഞ്ഞത് കേന്ദ്രമാണെന്ന് മനസ്സിലായല്ലോ, ശരി, ആ നാഷണൽ ഹൈവേക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങളുടെ ഉത്തരവാദിത്വവും കേന്ദ്രത്തിൻ്റെയാണ്, ഞങ്ങളത് ഏറ്റെടുക്കുന്നു, അത് ഏറ്റവും വേഗം നേരെയാക്കും, കുറ്റവാളികളെ ശിക്ഷിക്കും. ഇത് പറഞ്ഞാൽ ഒരു അന്തസ്സല്ലേ? അതിന് പകരം ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത്. അതല്ല, നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ സംശയമാണെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കാനും ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് പറ്റില്ല. അത് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഒരു ദൗർബല്യമാണ്. 2 ഡയലോഗ് അടിക്കണം, അടിച്ച് കുഴപ്പത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഊരാൻ പറ്റില്ല. ഇതൊക്കെ കാണിച്ച് ഈ തമാശ പരിപാടികളിൽ ചാനലുകൾ നിങ്ങളെ കളിയാക്കി കൊണ്ടുവരിക്കും. ഇങ്ങനെ പരിഹാസപാത്രമാവാൻ നിന്നു കൊടുക്കരുത്. അത് ശ്രദ്ധിക്കുക, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, തെറ്റേറ്റ് പറയുക. ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. അയാൾക്കൊരു കയ്യബദ്ധം പറ്റിയപ്പോൾ, അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ളവൻ ഉഴപ്പനായിരുന്നു, അല്ലെങ്കിൽ 2 അഴിമതിക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടിത് സംഭവിച്ചു, അവരെ അയാൾ പിടിച്ചു, നടപടിയെടുത്തു, പുറത്താക്കി, സ്വച്ഛമാക്കി, ഇതാ വീണ്ടും റെഡിയാക്കിയിരിക്കുന്നു, ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്ന് ജനങ്ങൾക്കൊരു അഷുറൻസ് കിട്ടണ്ടേ? അതിന് പകരം നിങ്ങൾ ഉരുണ്ട് കളിക്കും തോറും ജനങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷനിലുള്ള സംശയം വർദ്ധിച്ചു വരും. ഇത് ഓരോ സ്ഥലത്തും വരും. ഇപ്പോൾ ഇവിടെ അരൂരിൽ നിന്ന് തുറവൂര് ആകാശപാതയുണ്ട്. നാളെ ജനങ്ങൾ സംശയിക്കും, ഇനി ആകാശപാത ഇടിഞ്ഞ് തലയിൽ വീഴുമോ പണ്ടാരം? അവിടെ റോഡ് പൊട്ടി, ഇവിടെ ആകാശപാതയാണ്, അത് പൊട്ടിക്കഴിഞ്ഞാൽ താഴെ നിൽക്കുന്ന മനുഷ്യരുടെ തലയിൽ വീഴുമല്ലോ. ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയാൽ ഇതിന് അന്ത്യമുണ്ടാകുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്ലീസ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി, ബി ഓണസ്റ്റ് ടു ദ പീപ്പിൾ, ബി ഓണസ്റ്റ് ടു യുവേഴ്സ്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കകത്തെ എൻജിനീയർമാരുണ്ടല്ലോ, എന്നെപ്പോലെ എൻജിനീയർമാർ, സിവിൽ എൻജിനീയർമാർ, സ്ട്രക്ചറൽ എൻജിനീയർമാർ, അവർ പുറത്തു വന്ന് ജനങ്ങളോട് പറയണം, ഞങ്ങളാണിത് ഡിസൈൻ ചെയ്തത്, ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റി, കേരളത്തിൻ്റെ കാലാവസ്ഥ നീരൊഴുക്ക് കണക്കിലെടുത്തില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്, അതും കണക്കിലെടുത്ത് ഞങ്ങളിതാ ഇന്ന സൊല്യൂഷൻ ചെയ്യാൻ പോവാണ്, ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങളിതിൻ്റെ ഉത്തരവാദി. കേരളത്തിലെ ഈ മഴക്കാലത്ത് ഫുൾ ഈ സ്ഥലത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്യും. ഈ റോഡ് ഒലിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആദ്യം ഒലിച്ചു പോകുന്നത് ഞങ്ങളായിരിക്കും. വിശ്വേശ്വരയ്യയുടെ ജന്മദിനം ആഘോഷിക്കുന്ന എൻജിനീയർമാർ, എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നവർ, ജനങ്ങൾക്ക് റീഅഷുറൻസ് വിശ്വേശ്വരയ്യയുടെ ഭാഷയിൽ തന്നെ കൊടുക്കണം. യു ബി വിത്ത് ദാറ്റ് കൺസ്ട്രക്ഷൻ, യു സേ ദാറ്റ് ഇറ്റ് കൺസ്ട്രക്ഷൻ ഡാമേജസ് ആൻഡ് ഡിസ്ട്രക്ട്സ് ആൻഡ് ഫോൾസ് ഡൗൺ, ലെറ്റ് ഇറ്റ് ഫോൾ ഓൺ മൈ ഹെഡ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അതാണ് എൻജിനീയർ. അതില്ലാത്തതാണ് നമ്മളുടെ കുഴപ്പം എന്ന് ഞാൻ കരുതുന്നു. അതുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും കൂടെ അടങ്ങുന്ന എൻജിനീയറിംഗ് കമ്മ്യൂണിറ്റിക്ക് ഇത് വലിയൊരു നാണക്കേടുണ്ടാക്കി എന്ന് ഞാൻ കരുതുന്നു. അതിന് ഞാനടക്കമുള്ള എൻജിനീയർമാരുടെ പേരിൽ പൊതുജനങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. താങ്ക് യു.